Hello dear viewers, welcome to Children. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എക്സ്പോ 2020 USA പവലിയനിലാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് കണ്ടാലോ? Let's go! എക്സ്പോ 2020 Al Forsan ഏരിയയിലാണ് USA പവലിയൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. വുഡ്സ് ബാഗോട്ട് ആണ് ഈ പവലിയൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ ഒരു മൂവിംഗ് വാക്ക്വേ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതൊരു ഹൈ കപ്പാസിറ്റി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ്. എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് ഇത് വളരെ കംഫർട്ടബിൾ ആണ്. അമേരിക്കൻ ഫ്രീഡവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഐക്കണിക് ടോർച്ച് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് US പ്രസിഡന്റ് ആയിരുന്ന തോമസ് ജെഫേഴ്സന്റെ പക്കലുണ്ടായിരുന്ന ഹോളി ഖുറാനാണ്. ഇത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് കണ്ടുപിടിച്ച ആദ്യത്തെ ടെലിഫോൺ ആണ്. അബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി, തോമസ് ജെഫേഴ്സൺ തുടങ്ങിയവരുടെ പ്രയത്നങ്ങളെ കുറിച്ചും അമേരിക്കയുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നിവയെ കുറിച്ചെല്ലാം ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. എല്ലാ ഫീൽഡിലുമുള്ള അമേരിക്കൻ അച്ചീവ്മെന്റ്സ് ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ കണ്ടുപിടുത്തമായ ടെലിഫോൺ കൂടാതെ ലൈറ്റ് ബൾബ്, ഇന്റർനെറ്റ് തുടങ്ങിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. ആപ്പിളിന്റെ ആദ്യത്തെ ഐഫോൺ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. USA ഒരു ഡൈനാമിക് സൊസൈറ്റിയാണ്. ലാൻഡ് ഏരിയയിൽ ലോകത്തിലെ 4th ലാർജസ്റ്റ് കൺട്രിയാണ് USA. അതുപോലെ തന്നെ പോപ്പുലേഷനിൽ 3ാമത്തേത്. USAയിലെ മോസ്റ്റ് പോപ്പുലർ സിറ്റീസ് ആണ് ന്യൂയോർക്ക് സിറ്റി, ലോസ് ഏഞ്ചൽസ് ആൻഡ് ഷിക്കാഗോ. ലൈഫ്, ലിബർട്ടി ആൻഡ് ദി പർസ്യൂട്ട് ഓഫ് ദി ഫ്യൂച്ചർ ഇതാണ് USA പവലിയന്റെ തീം. ഈ പവലിയന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇന്ററാക്റ്റീവ് മൂൺ ഷോ. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണിത്. ദി നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ US ഫെഡറൽ ഗവൺമെന്റിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്. നാസയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് US ക്യാപിറ്റൽ ആയ വാഷിംഗ്ടൺ DC-യിലാണ്. സ്പേസ് പ്രോഗ്രാം, എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളാണ് നാസ ഫോക്കസ് ചെയ്യുന്നത്. 1958 ജൂലൈ 29-നാണ് നാസ ഫോം ചെയ്തത്. നാസയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അപ്പോളോ മൂൺ ലാൻഡിംഗ് മിഷൻ. പെർസീവറൻസ് എന്ന റോവർ ഉപയോഗിച്ചാണ് നാസ മാർസ് മിഷൻ നടത്തിയത്. ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ്, സ്പേസ് ഷട്ടിൽ, അപ്പോളോ 11 മൂൺ വാക്ക്, കെപ്ലർ സ്പേസ് ടെലിസ്കോപ്പ്, ജൂനോ, അപ്പോളോ 13, എക്സ്പ്ലോറർ 1, ഫ്രീഡം 7, അപ്പോളോ 8, സ്പേസ് ഷട്ടിൽ അറ്റ്ലാന്റിസ് തുടങ്ങിയവ നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്സ് ആണ്. നീൽ ആംസ്ട്രോങ് ആണ് നാസയുടെ ഏറ്റവും പ്രശസ്തനായ ആസ്ട്രോണോട്ട്.
അദ്ദേഹമായിരുന്നു അപ്പോളോ 11 മിഷന്റെ കമാൻഡർ. ലോകത്തിൽ ആദ്യമായി ചന്ദ്രനിൽ നടന്ന വ്യക്തിയാണ് അദ്ദേഹം. അമേരിക്കസ് ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ് സാലി റൈഡ് ആണ്. ഫ്രീഡം എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഈ പവലിയനിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ഫ്രീഡവും പ്രോസ്പെരിറ്റിയും നേടുന്നതിനോടൊപ്പം മോഡേൺ വേൾഡിനെ ഡിസൈൻ ചെയ്യുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പവലിയനിനുള്ളത്. But trust me, being free ain't spotlights. No, it's long nights and it's long fights with yourself all the time to get your mind right. But if you put in the work, you can find the light, alright. 1972 ഡിസംബർ 11-നും 14-നും ഇടയ്ക്ക് അപ്പോളോ 17-ലെ ബഹിരാകാശ സഞ്ചാരികൾ ഏകദേശം 3.8 ബില്യൺ വർഷങ്ങൾ പഴക്കമുള്ള പാറക്കല്ലുകൾ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്നും കണ്ടെത്തി. അതിന്റെ കഷ്ണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ പവലിയൻ വിസിറ്റ് ചെയ്യുന്നവർക്ക് ചന്ദ്രനിലെ കല്ല് തൊടാൻ ഒരു അവസരം കിട്ടുന്നു. യുഎസ്എയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ കുറിച്ചും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ കുറിച്ചെല്ലാം ഇവിടെ വ്യക്തമാക്കി തരുന്നുണ്ട്. യുഎസ്എയുടെ ഫ്യൂച്ചർ മിഷനുകളെ കുറിച്ചെല്ലാം ഇവിടെ വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട്. ഏകദേശം 43 മീറ്റർ നീളമുള്ള സ്പേസ് എക്സ് റോക്കറ്റിന്റെ മോഡൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു അമേരിക്കൻ ഗിഫ്റ്റ് ഷോപ്പാണ്. യുഎസ് മെയ്ഡ് ഗാർമെന്റ്സ്, ആക്സസറീസ് തുടങ്ങിയവയെല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതോടൊപ്പം ഹാത്തിം സൈനിങ് ഓഫ്. ബൈ ബൈ ഫ്രം മെച്ചുൻ ട്രിപ്പ്.